കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണ കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായുള്ളത് ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽ കുമാർ, കൊല്ലം ജില്ലയിലെ ചവറ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ കടക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറ പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ സുരേഷ് കുമാർ. ഈ ഒരു ഭരണകാലയളവിലെ വികസന പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ഈ പഞ്ചായത്തിലെ 2 പഞ്ചായത്തുകൾ തീരദേശ മേഖലയിൽ പെടുന്നതാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തിവരുന്നത്. സംരംഭകത പഞ്ചായത്ത് എന്ന ബഹുമതി അടക്കം നേടിയിട്ടുണ്ട്. ഈ തീരദേശ മേഖലയാണ് കൂടുതലായി ഈ പഞ്ചായത്തിൽ ഉള്ളത് എന്ന് അറിയാൻ സാധിക്കുന്നത്. 2 വാർഡുകൾ ഈ പഞ്ചായത്ത് തീരദേശ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. മത്സ്യകൃഷി, അതോടൊപ്പം തന്നെ പച്ചക്കറി, ചെടികൃഷി, ഇത്തരത്തിലെല്ലാം തന്നെ സമഗ്ര മേഖലയിലും വികസനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ ഏത് രീതിയിലാണ് ഏകോപിപ്പിക്കുന്നത്? നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുന്നുണ്ട്. സംരംഭകത്വ പഞ്ചായത്ത് എന്ന ബഹുമതി അടക്കം നേടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തി വരുന്നത്. ഈ ഒരു പദ്ധതികളിലെല്ലാം തന്നെ ആസൂത്രണം ചെയ്തും ഈ ഒരു വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് യാഥാർത്ഥ്യമാക്കുന്നത്? ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഒറ്റനോട്ടത്തിൽ എങ്ങനെയാണെന്ന് വിലയിരുത്താനാവുക? ചവറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരള സംസ്ഥാനത്തെ ഏറ്റവും പ്രഥമ സംരംഭകത്വ പഞ്ചായത്ത് എന്ന ബഹുമതി നേടിയിട്ടുള്ളതാണ്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും പദ്ധതി ആസൂത്രണത്തിലും ഒക്കെ വലിയ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും എത്തിച്ചേരണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ചവറ ഗ്രാമപഞ്ചായത്ത് പദ്ധതി ആസൂത്രണം ചെയ്യുന്നതും പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് എടുത്തു പറയത്തക്ക ഒട്ടനവധി നേട്ടങ്ങൾ കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ വെച്ച് ചവറ ഗ്രാമപഞ്ചായത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. സംരംഭക പഞ്ചായത്ത് എന്ന് പറയുന്ന അംഗീകാരം കിട്ടിയത് കൂടാതെ തന്നെ ചവറ പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളും ഈ വർഷത്തോടുകൂടി സ്മാർട്ട് അംഗൻവാടികളായി മാറുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. അതിന്റെ ഉദ്ഘാടനം മുഴുവൻ അംഗൻവാടികളും സ്മാർട്ട് ആക്കുക പഞ്ചായത്ത് എന്നുള്ള രീതിയിലുള്ള ബഹുമതി ചവറ ഗ്രാമപഞ്ചായത്തിന് കിട്ടുകയാണ്. അതുപോലെ തന്നെ അംഗൻവാടികളുടെ വികസനത്തിന്, അംഗൻവാടികളുടെ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒട്ടനവധി പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അവിടെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണങ്ങൾ കൊടുക്കുന്നതും തുടങ്ങിയുള്ള കാര്യങ്ങൾ ചവറ ഗ്രാമപഞ്ചായത്ത് ചെയ്തു വരുന്നു. ചവറ ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് 100ഓളം കുട്ടികൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യണം എന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തി വരുന്നത്. ചവറ ഗ്രാമപഞ്ചായത്തിൽ നാളിതുവരെ ഭിന്നശേഷിക്കാർക്കായിട്ട് BRCO അതുപോലെ തന്നെ ബെഡ് സ്കൂളുകളോ ഒന്നും ഇല്ലായിരുന്നു. അത് നിരന്തരമായ ഒരു ആവശ്യമായി വന്നു. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ ചവറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ജൂൺ മാസത്തില് ഒരു ബെഡ് സ്കൂൾ BRC ആരംഭിച്ചു കഴിഞ്ഞു. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. ഈ വർഷം അതിനുവേണ്ടി കൂടുതൽ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. അത്തരത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് ചവറ ഗ്രാമപഞ്ചായത്ത് വലിയ പരിഗണന നൽകി വരുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയിലും ലാബ് അടക്കം തന്നെ ഹൈടെക് ആക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുന്നുണ്ടല്ലേ?
ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് വരുന്ന പ്രോജക്റ്റിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്കാണ്. ഞങ്ങള് FHSC, നമ്മുടെ ഒരു FHSC ഉണ്ട്. FHSCയിൽ 55 ലക്ഷം രൂപയുടെ മരുന്നാണ് ഒരു വർഷം ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്. ആയുർവേദത്തിന് 42 ലക്ഷം രൂപയുടെ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു. അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രി ഉണ്ട്. ഹോമിയോ ആശുപത്രിക്ക് 6 ലക്ഷം രൂപയുടെ മരുന്നാണ് വാങ്ങിക്കൊടുക്കുന്നത്. മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തില് അവിടെ NHMന്റെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറുടെ സേവനം കിട്ടാതായപ്പോ തന്നെ ഞങ്ങൾ ഒരു ഡോക്ടറുടെ സേവനം പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ഒരു ഡോക്ടറുടെ സേവനം കൊടുത്തു. ഫാർമസിസ്റ്റിന്റെ സേവനം നൽകി വരുന്നുണ്ട്. അങ്ങനെ അവിടെ ആവശ്യം ലാബിന്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ലാബ് ഇപ്പോ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുള്ള ലാബ് സിസ്റ്റം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ഒരു എക്സ്റേ യൂണിറ്റ്, എക്സ്റേ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കെട്ടിടത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. IREയുടെ ഫണ്ടും കൂടെ വാങ്ങിച്ചുകൊണ്ട്, CSR ഫണ്ടും കൂടെ വാങ്ങിച്ചുകൊണ്ട് അവിടെ ഒരു കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു. അവിടെ എക്സ്റേ വാങ്ങുന്നതിനുള്ള അനുമതിയും കൊടുത്തു കഴിഞ്ഞു. അത് പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഈ സാമ്പത്തിക വർഷം തന്നെ ഞങ്ങൾ അവിടെ ഒരു എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചു കഴിയും. ആയുർവേദത്തിലാണെങ്കിൽ ധാരാളം പദ്ധതികളാണ്. എല്ലാ വിഭാഗത്തെ, എല്ലാ പ്രായത്തിലുള്ളവരെ അഡ്രസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോജക്റ്റ്, കൗമാരക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോജക്റ്റ്, അതുപോലെ തന്നെ ഗർഭിണികൾക്ക് അത് പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായിട്ടുള്ള പ്രോജക്റ്റുകൾ, വയോമിത്രം പ്രോജക്റ്റുകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ വിഭാഗത്തെയും അഡ്രസ് ചെയ്യത്തക്ക രീതിയിൽ, അവരെ ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആയുർവേദ ആശുപത്രിയിൽ യോഗ സെന്റർ ആരംഭിച്ചു. യോഗ സെന്ററിന് സൗകര്യക്കുറവ് മൂലം പുതിയ പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് യോഗ ഹാള് അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുകയാണ്. അങ്ങനെ തീരദേശ മേഖലയാണ് ഈ ഒരു പഞ്ചായത്തിൽ 2 വാർഡുകൾ തീരദേശ മേഖലയാണ് എന്നറിയാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഈ കായലുകളാലും കനാലുകളാലും തന്നെ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ മത്സ്യകൃഷിക്ക് അടക്കം തന്നെ ഏതൊക്കെ രീതിയിൽ മത്സ്യകൃഷി തുടങ്ങിയിട്ടുള്ള കൃഷികൾക്കും ഒപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്കുമായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള ക്ഷേമ പ്രവർത്തന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്? നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട മുഴുവൻ അംഗനവാടികളടക്കം തന്നെ സ്മാർട്ടാക്കാനുള്ള പദ്ധതികൾ എല്ലാം തന്നെ പൂർത്തിയാക്കി. സ്മാർട്ട് അംഗനവാടികൾ, അതോടൊപ്പം തന്നെ സ്കൂളുകളാണെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഈ അംഗനവാടികളിലെല്ലാം തന്നെ സ്മാർട്ട് അംഗനവാടികൾക്കൊപ്പം തന്നെ ഈ കുട്ടികൾക്കായിട്ടുള്ള പ്രഭാത ഭക്ഷണം അടക്കം തന്നെ നൽകാൻ ഈ ഒരു പഞ്ചായത്തിന് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലാണ് മറ്റ് വിപുലമായിട്ടുള്ള സംഭാവനകളെല്ലാം തന്നെ ഈ ഒരു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഹൈടെക് ആയിട്ടുള്ള ലാബുകൾ, അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കായി ബഡ്സ് സ്കൂൾ, ഒപ്പം തന്നെ വയോജനങ്ങൾക്കായിട്ടുള്ള വയോ ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു മാലിന്യ സംസ്കരണ രംഗത്തും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പഞ്ചായത്തിന് കൊണ്ട് സാധിച്ചു. ചവറ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. ലൈബ്രറി അടക്കം തന്നെ ഈ ലൈബ്രറി തുടങ്ങിയിട്ടുള്ള പദ്ധതികളിലേക്കെല്ലാം തന്നെ വഴിവെക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പഞ്ചായത്തിലെ 2 വാർഡുകൾ തീരദേശ മേഖലയിൽ പെടുന്നതാണ്. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ്. എത്തരത്തിലാണ് ഇവർക്കായിട്ടുള്ള ക്ഷേമ വികസന പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത്? സംരംഭത്ത് പഞ്ചായത്ത് എന്ന ബഹുമതി അടക്കം നേടിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇതിനോടകം തന്നെ ആരോഗ്യ മേഖലയിലാണ് കൂടുതൽ പണം ചിലവഴിച്ച് കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ സൗകര്യങ്ങളെല്ലാം തന്നെ, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ എത്തിക്കണം എന്നുള്ള ഒരു പദ്ധതി ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പഞ്ചായത്തിൻ്റെ ഈ ലൈബ്രറി അടക്കം തന്നെ പഞ്ചായത്ത് ജനങ്ങൾക്കായി സമ്മാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഈ കഴിഞ്ഞ 4 വർഷത്തിനോടകം തന്നെ പഞ്ചായത്ത് നേടിയെടുത്തു എന്നതും അഭിമാനകരമായ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതി PMAY പ്രകാരം തന്നെ ജനങ്ങളിലേക്ക് അതായത് സമയത്ത് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പഞ്ചായത്തിനെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്ക് എത്തുകയാണ്. ടൂറിസം മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം തന്നെ നവീകരിച്ച് അവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ക്രമീകരിക്കാൻ ഇതിനോടകം തന്നെ പഞ്ചായത്തിന് ആയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കൂടാതെ തന്നെ ഈ വീടുകളിലടക്കം തന്നെ പച്ചക്കറി കൃഷികളെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിലവിൽ നടന്നു വരുന്നു. മത്സ്യകൃഷിക്കും ഈ
പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന കനാലുകൾ അതോടൊപ്പം തന്നെ മറ്റ് പൊതുജലാശയങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കാനുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ മത്സ്യകൃഷി ഒപ്പം തന്നെ പച്ചക്കറി കൃഷി, ചെടി, പൂക്കൾ, ഓണക്കാലത്തോടനുബന്ധിച്ച് നിരവധിയായിട്ടുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നും പൂക്കൾ എല്ലാം വിപണിയിൽ എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടന്നു വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ ചവറ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത, കടലും GS കനാലും എല്ലാം ചേരുന്ന ഒരു പഞ്ചായത്താണ് ചവറ ഗ്രാമപഞ്ചായത്ത്. ചവറ ഗ്രാമപഞ്ചായത്തിന്റെ കുറുകെയാണ് GS കനാൽ കടന്നു പോകുന്നത്. GS കനാലും അഷ്ടമുടി കായലൂടെ സന്ധിക്കുന്ന ഒരു പ്രദേശമുണ്ട് ചവറയിൽ. ആ മേഖലയിൽ ചവറ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഏക്കർ 30 സെന്റ് സ്ഥലം അത് ഞങ്ങൾ കണ്ടെത്തി റീസർവേ ചെയ്ത് അളന്ന് തിട്ടപ്പെടുത്തി 4 കോടി രൂപയുടെ ഒരു ഇക്കോ ടൂറിസം പ്രോജക്റ്റ്, അതുപോലെ കുട്ടികളുടെ പാർക്ക്, ഇതെല്ലാം ഒരുക്കത്തക്ക രീതിയിലുള്ള വലിയൊരു പ്രോജക്റ്റ് ഇരിക്കുന്നു. 5000 ഗവൺമെന്റ് ഫണ്ട്, അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് വലിയൊരു പ്രോജക്റ്റ്, 4 കോടി രൂപയുടെ ഒരു വലിയ പ്രോജക്റ്റ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതും അതിന്റെ DPR കിട്ടിക്കഴിഞ്ഞു, സർക്കാരിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഉടനെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. വലിയ ചവറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ഒരു പ്രോജക്റ്റ് ആയിട്ട് ആ പ്രോജക്റ്റ് മാറാൻ പോവുകയാണ്. അത് കൂടാതെ തന്നെ ചവറയില് ഒരു സ്കൂളിനോട് ചേർന്നിട്ട് ഒരു പൊതുസ്ഥലം, അത് പഞ്ചായത്ത് കിട്ടുന്ന സ്ഥലം, ഇവിടെയും ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കളിസ്ഥലം അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചവറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറാൻ പോകുന്നത് ഞങ്ങൾ ഒരു ബസ് സ്റ്റേയും ഷോപ്പിംഗ് കോംപ്ലക്സും കൂടെ ചവറ പഞ്ചായത്ത് 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഞങ്ങൾ തുടങ്ങാൻ ചവറ ഗ്രാമപഞ്ചായത്തിലെ ലൈബ്രറി ഞങ്ങള് ബുക്ക് മാർക്കും ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് ലൈബ്രറി ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തില് എല്ലാ മേഖലയും സ്പർശിക്കത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റുകളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തീർച്ചയായും എല്ലാ ഭാവി പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തും നിന്നും ഉണ്ടാകുന്നത്. കൊല്ലം ജില്ലയിലെ ചവറ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാറാണ് വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. നന്ദി.